ഹായ് എവറി വൺ, വെൽക്കം ടു നീതൂസ് ക്ലാസ് റൂം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ് ബേസിക് സയൻസിലെ 9ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഹേർട്ട് നോട്ട് ദ എൻവയോൺമെൻറ്റിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻസിലും കൊടുക്കാം. എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് പലതരത്തിലുള്ള പൊല്യൂഷനെക്കുറിച്ചും അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചും ഒക്കെയാണ്. അപ്പോൾ എയർ പൊല്യൂഷനെ കുറിച്ച് കഴിഞ്ഞ പാർട്ടിൽ വിശദമായി ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് വാട്ടർ പൊല്യൂഷനെ കുറിച്ചാണ്. റിവർ ദെൻ ആൻഡ് നൗ. ഐ യൂസ്ഡ് ടു ടേക്ക് ബാത്ത് ഇൻ ദിസ് റിവർ ഡ്യൂറിങ് മൈ ചൈൽഡ്ഹുഡ് ഡേയ്സ്. ലുക്ക് അറ്റ് ദ കണ്ടീഷൻ ഓഫ് ദിസ് റിവർ നൗ. അപ്പോൾ ആ പിക്ചറിൽ ഒരു പുഴയുടെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ആ അപ്പൂപ്പൻ എന്താ പറയുന്നത്, ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് എന്ത് ചെയ്തിരുന്നു, ഈ പുഴയിൽ കുളിച്ചിരുന്നു, ഇപ്പോൾ ആ പുഴയുടെ അവസ്ഥ നോക്കൂന്ന. എന്താണ് നമുക്കതിൽ കാണാൻ പറ്റുന്നത്? കംപ്ലീറ്റ്ലി പൊല്യൂട്ടഡ് ആണ് അല്ലേ. വേസ്റ്റൊക്കെ കൊണ്ടിടുന്ന ഒരു സ്ഥലമായിട്ട് ആ പുഴ മാറിയിരിക്കുന്നു. നമ്മുടെ നാട്ടിലെ പല വാട്ടർ ബോഡീസിൻ്റെ അവസ്ഥ ഇത് തന്നെയാണ് അല്ലേ. പൊല്യൂഷൻ കാരണം പലതും ഉപയോഗിക്കാൻ പറ്റാത്തതായിട്ട് മാറിയിട്ടുണ്ട്. ഹൗ ഡു വാട്ടർ ബോഡീസ് ഗെറ്റ് പൊല്യൂട്ടഡ്? അപ്പോൾ എന്തൊക്കെയാണ് ഇതിന് പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ? ഡിസ്പോസൽ ഓഫ് പ്ലാസ്റ്റിക് വേസ്റ്റ് മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് അതിൽ കൊണ്ടുപോയിട്ട് പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഡംപ് ചെയ്യണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ സ്പില്ലേജ് ഓഫ് കെമിക്കൽ സബ്സ്റ്റൻസസ്, പലതരത്തിലുള്ള കെമിക്കൽ സബ്സ്റ്റൻസുകൾ എന്തിൽ മിക്സ് ആവുന്നു? വാട്ടറിൽ മിക്സ് ആവുന്നുണ്ട്. പല രീതിയിൽ അത് സംഭവിക്കുന്നുണ്ട്. അതൊക്കെ വാട്ടറിനെ പൊല്യൂട്ടഡ് ആക്കുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് എന്ത് പറയാം? അൺട്രീറ്റഡ് സീവേജ്, അതായത് ഇപ്പോൾ വീടുകളിൽ നിന്നുള്ളതാണെങ്കിലും ഹോട്ടലുകളിൽ നിന്നുള്ളതാണെങ്കിലും അതല്ല ഏതെങ്കിലും ഇൻഡസ്ട്രീസ് നിന്നുള്ളതാണെങ്കിലും ഒക്കെയുള്ള വേസ്റ്റ് വാട്ടറിൽ ഒരുപാട് ഇതുപോലെ ഉള്ള കെമിക്കലുകളും വേസ്റ്റുകളും ഒക്കെ ഉണ്ടാകും. അതൊന്നും കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്യാതെ എങ്ങോട്ട് നേരെ വാട്ടറിലേക്ക് റിലീസ് ചെയ്യുകയാണ്. അപ്പോൾ അത് വാട്ടർ പൊല്യൂഷനൊരു കാരണമാകുന്നു. ഗിവൺ ബിലോ ഇസ് എ പിക്ചർ ഓഫ് വാട്ടർ ബോഡി പൊല്യൂട്ടഡ് ബൈ ആൽഗെ. ഈ പിക്ചറിൽ ഒരു വാട്ടർ ബോഡി, ഒരു കുളം പോലെയുള്ള ഒരു വെള്ള സ്ഥലത്തിൻ്റെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് അതിലെന്താ കാണാൻ പറ്റുന്നത്? കംപ്ലീറ്റ് ആയിട്ട് ആൽഗെ കൊണ്ട് കവറായിരിക്കണം. ആൽഗെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കുളത്തിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പായലുകളൊക്കെ ഇതിന് മുകളിൽ ഇങ്ങനെ പൊങ്ങി കിടക്കുന്ന കണ്ടിട്ടില്ലേ, അതൊക്കെ ആൽഗെ വിഭാഗത്തിൽ വരുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ പലതരത്തിലുള്ള ആൽഗകൾ മൂടിയിട്ട് വെള്ളം മുഴുവൻ നാശമായിട്ടുണ്ട്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ് കണ്ടീഷൻ ഓഫ് ദ വാട്ടർ ബോഡി? റീഡ് ദ നോട്ട് ഗിവൺ ബിലോ ആൻഡ് റെക്കോർഡ് ഇറ്റ് ഇൻ ദ സയൻസ് ഡയറി. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നതെന്നാണ് താഴെ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. ഇതിന് നമ്മൾ പറയുന്നത് യൂട്രോഫിക്കേഷൻ എന്നാണ്. യൂട്രോഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ excess growth of water plants like algae in water bodies is caused by a phenomenon known as eutrophication. അപ്പോൾ ഇതുപോലെ എക്സസ് ആയിട്ട് ഒരുപാട് ആൽഗയും അതുപോലെ വാട്ടർ പ്ലാന്റ്സും ഒക്കെ വെള്ളത്തിൽ ഇങ്ങനെ കൂടുതലായിട്ട് വളരാനുള്ള കാരണം യൂട്രോഫിക്കേഷനാണ്. This happens in water bodies where fertilizers containing nitrogen and other similar substances flow in. It is such flowing excess nutrients that cause excessive growth of aquatic plants. അപ്പോൾ ഇത്തരത്തിലുള്ള അക്വാട്ടിക് പ്ലാന്റ്സും ആൽഗേസും ഒക്കെ എല്ലാ വാട്ടർ ബോഡീസിലും ഉണ്ടാകും. പക്ഷേ ആ വെള്ളത്തിലേക്ക് കൂടുതലായിട്ട് നൈട്രജനും അതേപോലെയുള്ള കണ്ടൻറ്റുകളും അടങ്ങിയിട്ടുള്ള പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഈ ഫെർട്ടിലൈസേഴ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയുള്ള വെള്ളം അതിലേക്ക് ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ആ വാട്ടർ പൊല്യൂട്ടഡ് ആയിട്ട് അതിൽ നൈട്രജൻ പോലെയുള്ള സബ്സ്റ്റൻസുകളുടെ അളവ് കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇതിനൊരു എക്സ്ട്രാ ന്യൂട്രീഷൻ കിട്ടുകയാണ് ഇത്തരത്തിലുള്ള പ്ലാന്റുകൾക്ക്. അപ്പോൾ കൂടുതൽ ന്യൂട്രീഷൻ കിട്ടുമ്പോൾ കൂടുതലായിട്ട് അത് വളരും. അങ്ങനെ വളർന്നിട്ട് എന്ത് ചെയ്യും? അത് ആ വെള്ളം മൊത്തത്തിൽ കവറാവും. ഇനി അങ്ങനെ വെള്ളം മൊത്തത്തിൽ ഈ പ്ലാന്റ്സ് വളർന്നു കഴിയുമ്പം എന്താ സംഭവിക്കുന്നത്? These aquatic plants use oxygen dissolved in water excessively. Due to this, other plants and animals in water die without getting oxygen, and the ecosystem that existed in the water body gets disturbed. അപ്പോൾ ഇങ്ങനെ കൂടിയ അളവിൽ ചെടികളും ആൽഗകളും ഒക്കെ വളരുമ്പം അതിനെന്ത് ആവശ്യമുണ്ട്? ഓക്സിജൻ ആവശ്യമുണ്ട്. അത് വെള്ളത്തിലുള്ള ഓക്സിജനൊക്കെ വലിച്ചെടുത്ത് ഉപയോഗിക്കും, അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. അപ്പോൾ ഈ വെള്ളത്തിൽ ഓൾറെഡി കുറേ അക്വാട്ടിക് ഓർഗാനിസംസ് ഉണ്ടാവും. വളരെ ചെറിയത് മുതൽ പലതരത്തിലുള്ള ഫിഷുകൾ, അങ്ങനെ പല ജീവികളും വെള്ളത്തിൽ ജീവിക്കുന്നുണ്ട്. ഈ ജീവികൾക്കൊക്കെ ഉള്ള ഓക്സിജൻ എവിടെ നിന്നാണ് കിട്ടുന്നത്? വെള്ളത്തിൽ ഡിസോൾവ് ആയ ഓക്സിജനാണ് ഇവരൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷെ അത് മുഴുവൻ ഈ പ്ലാന്റ്സ് വലിച്ചെടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള ജീവികളൊക്കെ പതിയെ നശിച്ചു പോവും. അങ്ങനെ കുറേ സമയം എടുത്തിട്ട് ആ വാട്ടർ ബോഡിയുടെ രൂപം തന്നെ മാറും. അവിടെയുള്ള ആ എക്കോസിസ്റ്റം തന്നെ മൊത്തത്തിൽ താറുമാറാകും.
നൗ ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് വാട്ടർ പൊല്യൂഷൻ ഈസ് എ റീസൺ ഫോർ ദ ഡിസ്ട്രാക്ഷൻ ഓഫ് എക്കോസിസ്റ്റം. അപ്പോൾ ഈ വാട്ടർ പൊല്യൂഷൻ പതിയെ എന്ത് സംഭവിക്കും, ആ എക്കോസിസ്റ്റത്തിനെ മൊത്തം തകർക്കും. ആൻഡ് ആ വാട്ടർ ബോഡി ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാവും. പിന്നെ ആ വാട്ടർ ബോഡി മാറിയിട്ട് വലിയ വലിയ ചെടികളൊക്കെ വളർന്നിട്ട് അങ്ങനെ ഒരു ഇത് അവിടെ ഇല്ലാത്ത അവസ്ഥയിലേക്കായിട്ട് മാറും. അടുത്തതായിട്ട് കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റിൽ. അത് ഓരോന്നും പല സിറ്റുവേഷൻസാണ്, വാട്ടർ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന സിറ്റുവേഷൻസാണ് ആ പിക്ചറിൽ കാണിക്കുന്നത്. ആ സിറ്റുവേഷൻ എന്തൊക്കെയാണെന്ന് എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. എന്തൊക്കെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റത്തെ പിക്ചറിൽ എന്താണ്, ഒരു വണ്ടിയിൽ നിന്നുള്ള എന്തോ വേസ്റ്റ് വെള്ളം എന്തിലേക്ക് ഒഴുക്കി വിടുകയാണ്, വാട്ടർ ബോഡിയിലേക്ക് ഡയറക്റ്റ് ഒഴുക്കി വിടുന്നു. രണ്ടാമത്തേലാണെങ്കിലോ ഒരു കൃഷി സ്ഥലത്ത് പാടത്ത് ഏതോ തരത്തിലുള്ള കെമിക്കൽ ഫെർട്ടിലൈസർ ഉപയോഗിക്കുന്നതിൻ്റെയാണ്. അതേപോലെ മൂന്നാമത്തെ പിക്ചറിലാണെങ്കിലോ വീട് പോലെ അതേ ബിൽഡിങ്ങുകളിൽ നിന്നൊക്കെയുള്ള വേസ്റ്റ് വാട്ടർ നേരിട്ട് കനാല് പോലെയുള്ള ഒരു വാട്ടർ ബോഡിയിലേക്ക് ഒഴുക്കി വിടുന്നു. അതിൽ തന്നെ നോക്കൂ, ബാത്റൂമിൽ നിന്നൊക്കെ വരുന്ന പൈപ്പൊക്കെ നേരിട്ട് ഡയറക്റ്റായിട്ട് വാട്ടർ ബോഡിയിലേക്ക് തുറന്നു വിട്ടിരിക്കുകയാണ്. ഇനി നാലാമത്തെ പിക്ചർ നോക്കൂ, അതും വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ ഒരു വേസ്റ്റിൻ്റെ കുഴിയുണ്ട് അല്ലേ. അത് എന്ത് കുഴിയായിരിക്കാം, പലതരത്തിലുള്ള, ഇപ്പോൾ ബാത്റൂമിൽ നിന്നുള്ള വേസ്റ്റിൻ്റെ, ടോയ്ലറ്റ് വേസ്റ്റിൻ്റെ ഒക്കെ കുഴിയായിരിക്കാം ചിലപ്പോൾ അത്. ആൻഡ് അതിനോട് ചേർന്ന് തന്നെയാണ് എന്തുള്ളത്, കിണറുള്ളത്. അപ്പോൾ ഈ കുഴിയിൽ നിന്നുള്ള വേസ്റ്റ് വസ്തുക്കൾ, ആ വേസ്റ്റ് വെള്ളം അരിച്ചിറങ്ങിയിട്ട് എങ്ങോട്ട് മിക്സ് ആവാൻ സാധ്യതയുണ്ട്, കിണറ്റിലെ വെള്ളത്തിൽ മിക്സ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ കിണറ്റിലെ വെള്ളം പൊല്യൂട്ടഡ് ആയില്ലേ. ഇനി അത്തരം സിറ്റുവേഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. എക്സസീവ് യൂസ് ഓഫ് കെമിക്കൽ പെസ്റ്റിസൈഡ്. നമ്മൾ പാടത്ത് അങ്ങനെയുള്ള കൃഷിസ്ഥലത്തൊക്കെ കെമിക്കൽ ഫെർട്ടിലൈസർ ഉപയോഗിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ പാടത്തൊക്കെ വെള്ളം നിൽക്കുന്നുണ്ടാകും. ആൻഡ് ആ വെള്ളം പൊതുവേ എക്സസ് മഴ പെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള വെള്ളമൊക്കെ എങ്ങോട്ടായിരിക്കും തുറന്നു വിടുന്നത്, അടുത്തുള്ള കനാലുകളിലേക്കോ തോടുകളിലേക്കോ അങ്ങനെയൊക്കെ ആയിരിക്കും തുറന്നു വിടുന്നത്. അത് ഒഴുകി ഏതെങ്കിലും ഒരു പുഴയിൽ എത്തിച്ചേരും. അപ്പോൾ ഇങ്ങനെയാണ് കെമിക്കൽ പെസ്റ്റിസൈഡുകളൊക്കെ വെള്ളത്തിൽ മിക്സ് ആവുന്നത്. അതേപോലെ തന്നെ ഡിസ്ചാർജ് ഓഫ് വേസ്റ്റ് വാട്ടർ ഇൻ ടു ഡ്രെയിനേജസ്. അപ്പോൾ ഈ കാണുന്നത് പോലെ വേസ്റ്റ് വാട്ടർ ഡയറക്റ്റായിട്ട് ഡ്രെയിനേജിലേക്ക് വിടുക. ഈ ഡ്രെയിനേജ് മിക്കവാറും ചെന്ന് എത്തിച്ചേരുന്നത് എവിടെയായിരിക്കും, ഏതെങ്കിലും ഇതേപോലെയുള്ള കനാലുകളിലും പുഴകളിലും ഒക്കെ ആയിരിക്കും. ദെൻ ഡംപിങ് ഓഫ് സ്ലോട്ടർ ഹൗസ് വേസ്റ്റ് ഇൻ ലാൻഡ് ആൻഡ് വാട്ടർ ബോഡീസ്. സ്ലോട്ടർ ഹൗസ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ അറവുശാലകൾ ഉണ്ടാവില്ലേ, ഈ ചിക്കൻ ഷോപ്പുകൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള അനിമൽസിനെയൊക്കെ കൊല്ലുന്ന സ്ഥലങ്ങളെയൊക്കെയാണ് സ്ലോട്ടർ ഹൗസ്, അറവുശാല എന്ന് പറയും. അപ്പോൾ അവിടെ കുറേ വേസ്റ്റുകൾ ഉണ്ടാവും. അതായത് നമ്മൾ കഴിക്കാൻ എടുക്കുന്ന സാധനം അല്ലാതെ അതിന് കുറേ വേസ്റ്റ് ഉണ്ടല്ലോ, അതൊക്കെ എന്ത് ചെയ്യും, ഏതെങ്കിലും വാട്ടർ ബോഡിയിലോ അല്ലെങ്കിൽ ഇതേപോലെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്തൊക്കെ കൊണ്ടുപോയിട്ട് ഡംപ് ചെയ്യും. അപ്പോൾ അതും പ്രോപ്പറായിട്ട്, അതായത് അതിൻ്റെയും പ്രോപ്പറായിട്ടുള്ള ഡിസ്പോസൽ നടക്കാതെ വരും. അത് ഇതിനൊക്കെ കൃത്യമായ രീതിയിൽ ഡിസ്പോസ് ചെയ്യാനുള്ള വഴികളുണ്ട്. പക്ഷേ അത് ചെയ്യാതെ ഡയറക്റ്റായിട്ട് ഇങ്ങനെ വാട്ടർ ബോഡിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തോ ഒഴിഞ്ഞ സ്ഥലത്തൊക്കെ കൊണ്ടിടുമ്പോൾ അത് പലതരത്തിലുള്ള പൊല്യൂഷൻ ഉണ്ടാക്കുന്നു. കാരണം ഇതിൻ്റെയൊക്കെ വേസ്റ്റ് അവസാനം എവിടെ ചെന്നെത്തും, അടുത്തുള്ള വാട്ടർ ബോഡി ഏതാണോ അതിൽ ചെന്നെത്തും. ദെൻ അതേപോലെ അടുത്തത് ഡിസ്ചാർജ് ഓഫ് വേസ്റ്റ് ഫ്രം ഇൻഡസ്ട്രീസ് ഇൻ ടു വാട്ടർ ബോഡീസ്. ഇതും കോമൺ ആയി കാണുന്നതാണ്. ഏത് വലിയ ഫാക്ടറീസോ എന്തുണ്ടെങ്കിലും അതിനൊക്കെ ഉണ്ടാകുന്ന പലതരത്തിലുള്ള വേസ്റ്റ് ഉണ്ടാവും, പലതരത്തിലുള്ള കെമിക്കൽ മിക്സ് ആയിട്ടുള്ള വേസ്റ്റ് ആവും. ഇതൊക്കെ അടുത്തുള്ള പുഴയിലേക്കായിരിക്കും മിക്കവാറും ഒഴുക്കി വിടുന്നുണ്ടാവുക. ഇനി ഇത് കൂടാതെ നമുക്ക് വേറെ എന്തെങ്കിലും എന്തൊക്കെ പറയാം, ഓയിൽ സ്പിൽസ് ഫ്രം ഷിപ്സ് ആക്സിഡൻറ്റ്സ് ഓർ നാച്ചുറൽ സീപ്സ്. അതായത് ഇത് ജലാശയത്തിലൂടെ ട്രാവൽ ചെയ്യുന്ന ഇതുണ്ടല്ലോ, പ്രത്യേകിച്ചും കടൽ പോലെയുള്ള സ്ഥലത്ത് കൂടെ വലിയ ഷിപ്പുകളും അങ്ങനെയൊക്കെ ട്രാവൽ ചെയ്യും അല്ലേ. അപ്പോൾ അവിടുന്ന് അതിൻ്റെ ഓയിൽ, അതിലുപയോഗിക്കുന്ന ഫ്യൂവൽ ലീക്കാവാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ആക്സിഡൻറ്റുകൾ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ വലിയ ഈ പെട്രോളിയവും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന ഷിപ്പുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെന്തെങ്കിലും ലീക്ക് സംഭവിക്കുക അല്ലെങ്കിൽ ആക്സിഡൻറ്റ് സംഭവിക്കുകയൊക്കെ ചെയ്താൽ ഈ ഓയിൽ വെള്ളത്തിൽ സ്പ്രെഡ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഓയിൽ കൂടിയ അളവിൽ വെള്ളത്തിൽ സ്പ്രെഡ് ആകുമ്പോൾ അതും ഒരു വാട്ടർ പൊല്യൂഷനാണ്. അത് അതിൽ ജീവിക്കുന്ന അക്വാട്ടിക് ഓർഗാനിസംസിനെ നന്നായിട്ട് ബാധിക്കാറുണ്ട്. You have listed the situations related to water pollution. Discuss its consequences and write them in your science diary. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് സിറ്റുവേഷൻസ് പറഞ്ഞു വാട്ടർ പൊല്യൂഷൻ ഉണ്ടാവാൻ കാരണമായിട്ടുള്ള. ഇനി അതിൻ്റെ കോൺസിക്വൻസസ്, വാട്ടർ പൊല്യൂഷൻ കാരണം ഉണ്ടാകുന്ന അനന്തരഫലങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാൻ സാധ്യതയായതുകൊണ്ട് നമുക്ക് 2-3 പോയിൻറ്റ്സ് നോക്കാം. ഫസ്റ്റ് നമുക്ക് പറയാം കോസ് വാട്ടർ ബോൺ ഡിസീസസ്. മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് വെള്ളത്തിലൂടെ പകരുന്ന, വെള്ളത്തിലുമായി റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ വരും വാട്ടർ പൊല്യൂഷൻ കൂടിയാൽ. അതായത് ഇപ്പോൾ കോളറ, എലിപ്പനി, അതേപോലെ കൊതുക് പരത്തുന്ന രോഗങ്ങൾ, ഇതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇത്തരം വാട്ടർ പൊല്യൂഷനിലൂടെ. പിന്നെ ഹാം എക്കോസിസ്റ്റം, മൊത്തത്തിലുള്ള ആ ഒരു ആവാസ വ്യവസ്ഥിതിനെ തന്നെ എന്ത് ചെയ്യും, തകിടം മറിക്കും. ദെൻ ലീഡ്സ് ടു ക്ലൈമറ്റ് ചേഞ്ച് ലേറ്റർ ഓൺ, അതായത് ഒരു വ്യാപകമായിട്ടുള്ള
പ്രശ്നമായിട്ട് എന്തുണ്ടാവാം, ക്ലൈമറ്റ് പ്രോബ്ലംസ് ഉണ്ടാകാം. അഫക്റ്റ് ദ ലൈഫ് ഓഫ് അക്വാട്ടിക് ഓർഗാനിസംസ്. പിന്നെ മെയിനായിട്ട് ഇതേപോലെ ജലത്തിൽ ജീവിക്കുന്ന ആ ഒരു വാട്ടർ ബോഡിയിൽ ജീവിക്കുന്ന അക്വാട്ടിക് ഓർഗാനിസത്തിൻ്റെ ജീവിതത്തെ ബാധിക്കുന്നു. അതൊക്കെ പറയാം. It is our duty to protect water sources from all types of pollution. What measures can we adopt to make water sources free from pollution? Discuss. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, അങ്ങനെയാണെങ്കിൽ നമുക്കിത് എങ്ങനെ തടയാം? വാട്ടർ പൊല്യൂഷൻ തടയാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും? അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിന്റുകളാണ് കേട്ടോ. എന്തൊക്കെ നമുക്ക് പറയാം? എൻഷുർ പ്രോപ്പർ സീവേജ് മാനേജ്മെൻറ്റ് ആൻഡ് ട്രീറ്റ്മെൻറ്റ്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള വേസ്റ്റ് ഒരു വാട്ടർ ബോഡിയിലേക്ക് കളയുന്നുണ്ട് എങ്കിൽ അതിന് കൃത്യമായ രീതിയിൽ ട്രീറ്റ് ചെയ്ത് അതിൻ്റെ ദോഷമായിട്ടുള്ള കാര്യങ്ങൾ, ദോഷവശങ്ങളെല്ലാം മാക്സിമം കുറച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, അതിലേക്ക് കളയാൻ. ഇപ്പം നമുക്ക് വെള്ളമാണ്, പൊല്യൂട്ടഡ് ആയിട്ടുള്ള വെള്ളമാണ് നമ്മൾ കളയുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ പ്യൂരിഫൈ ചെയ്യാനുള്ള മാർഗ്ഗങ്ങളുണ്ട് അല്ലേ. അങ്ങനെ പ്യൂരിഫൈ ചെയ്തിട്ട് ആ വെള്ളം നമുക്ക് വാട്ടർ ബോഡിയിലേക്ക് ഒഴിക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി എന്തായിരിക്കും, പൊല്യൂട്ടൻസ് കുറവായിരിക്കും. പിന്നെയോ അടുത്തത് നമുക്ക് പറയാം, യൂസ് ട്രീറ്റഡ് വാട്ടർ ഫോർ അതർ പർപ്പസസ് ലൈക്ക് ഇറിഗേഷൻ. ഇനി ഇങ്ങനെ പൊല്യൂട്ടഡ് വാട്ടറിനെ നമ്മൾ നേരിട്ട് വാട്ടർ ബോഡിയിലേക്ക് കളയാതെ നമുക്ക് എന്ത് ചെയ്യുക, അതിനെ ട്രീറ്റ് ചെയ്തിട്ട് ആ വെള്ളം നമുക്ക് വേറെ എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കാം. അത് വാട്ടർ ബോഡിയിലേക്ക് ഒഴുക്കി വിട്ട് വെറുതെ അതിനെ പൊല്യൂട്ടഡ് ആക്കാതെ നമുക്ക് ഇറിഗേഷൻ പോലെയുള്ള അല്ലെ ചെടികൾ നനയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ആ വെള്ളം ഉപയോഗിക്കാം. ഡ്രിങ്കിങ് പർപ്പസിന് ഉപയോഗിക്കാതിരുന്നാൽ മതിയല്ലോ, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ആ വെള്ളമായാലും മതി. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ റെഡ്യൂസ് ദ യൂസേജ് ഓഫ് പെസ്റ്റിസൈഡ്സ്, ഫെർട്ടിലൈസേഴ്സ് ആൻഡ് ഹെർബിസൈഡ്സ്. കൃഷിക്ക് ആവശ്യമായ ഇത്തരം കാര്യങ്ങളൊക്കെ, ഫെർട്ടിലൈസേഴ്സും ഹെർബിസൈഡ്സും അങ്ങനെയുള്ള കെമിക്കൽ വളങ്ങൾ മാക്സിമം ഒഴിവാക്കുക. ദെൻ പ്ലാന്റ് ലോട്ട്സ് ഓഫ് ട്രീസ്. അതേപോലെ ധാരാളം മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. മരങ്ങൾ വെച്ച് പിടിപ്പിക്കുമ്പോൾ മണ്ണൊലിപ്പ് പോലെയുള്ള കാര്യങ്ങളൊക്കെ കുറയും. അതൊക്കെ വാട്ടർ പൊല്യൂഷന് ഒരു കാരണമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പോയിന്റുകളൊക്കെ നമുക്ക് നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. ദെൻ ഡ്രിങ്കിങ് വാട്ടർ സോഴ്സസ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എമംഗ് വാട്ടർ സോഴ്സസ്. വിച്ച് ആർ ദ സോഴ്സസ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ ഇൻ യുവർ സ്കൂൾ? നമ്മുടെ സ്കൂളിൽ ഉപയോഗിക്കുന്നത് എവിടെ നിന്നാണ് വെള്ളം, കുടിക്കാനുള്ള വെള്ളം എവിടെ നിന്നാണ് കളക്ട് ചെയ്യണമെന്ന് നോക്കുക. ദെൻ വിച്ച് ആർ ദ ക്വാളിറ്റീസ് ഡ്രിങ്കിങ് വാട്ടർ ഷുഡ് ഹാവ്? ഡ്രിങ്കിങ് വാട്ടറിന് ഉണ്ടാവേണ്ട ക്വാളിറ്റികൾ എന്തൊക്കെയാണ്? അതിന് ബേസ് ചെയ്തിട്ട് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ ക്വാളിറ്റീസാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിൽ ടിക്ക് ഇടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്ലിയർ വാട്ടർ ആയിരിക്കണം, അത് വേണ്ടതാണ്. കളർലെസ് ആൻഡ് ഓർഡർലെസ് ആവണം, കളറ് വ്യത്യാസവും മണവും ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഫ്രീ ഫ്രം ജേംസ് ആണ്, അത് വേണം. ആബ്സെൻസ് ഓഫ് ഹസാഡസ് കെമിക്കൽ സബ്സ്റ്റൻസ്, ഉപദ്രവകരമായ കെമിക്കൽ സബ്സ്റ്റൻസുകളൊന്നും ഉണ്ടാവാൻ പാടില്ല. ദെൻ പ്രസൻസ് ഓഫ് അഡക്വേറ്റ് മിനറൽ സോൾട്ട്, ആവശ്യത്തിനുള്ള മിനറൽ കണ്ടൻറ്റൊക്കെ ഉള്ള വെള്ളമായിരിക്കണം. ദെൻ സോൾട്ടി ടേസ്റ്റ് ഉണ്ടാവാൻ പാടുണ്ടോ? സോ അതിന് നോ കൊടുക്കാം. നെയ്തർ അസിഡിക് നോർ ബേസിക്, അത് നമുക്ക് അങ്ങനെ പറയാം അല്ലേ. ഡ്രിങ്കിങ് വാട്ടറിന് ഏകദേശം ഒരു ന്യൂട്രൽ pH ആണ് വേണ്ടത്. ദെൻ you have identified the qualities that drinking water should possess. Does the water you use in your school and house have these qualities? You can test certain qualities of ഡ്രിങ്കിങ് വാട്ടർ ഈവൻ ഇൻ യുവർ ക്ലാസ് റൂം. അപ്പോൾ നമ്മൾ ഇത് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഈ ക്വാളിറ്റീസ് ഒക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ പലതരത്തിലുള്ള ടെസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ക്ലാസ് റൂമിൽ തന്നെ ചെയ്യാൻ പറ്റിയ കുറച്ച് ടെസ്റ്റുകൾ എന്തൊക്കെ ടെസ്റ്റ് ചെയ്യാനാണ് നോക്കുന്നത് കേട്ടോ. ടെസ്റ്റിംഗ് ഡ്രിങ്കിങ് വാട്ടർ. അപ്പോൾ അതിൽ ഏതൊക്കെ നോക്കാം? സാമ്പിൾ കളക്ട് ചെയ്തിട്ട് നോക്കാം. അതിൻ്റെ എന്തൊക്കെ നോക്കണം? കളറ്, ഓർഡർ, അസിഡിക് ആണോ ബേസിക് ആണോ, പ്രസൻസ് ഓഫ് ഇൻസൊല്യൂബിൾ ഇംപ്യൂരിറ്റീസ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ നമുക്ക് നോക്കാം? കളറും ഓർഡറും ഒക്കെ നമുക്ക് എങ്ങനെ നോക്കാം? അതിന് എന്തൊക്കെ സാധനങ്ങൾ ഉപയോഗിക്കാമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഹാൻഡ് ലെൻസ് പറയാം, ഫിൽറ്റർ പേപ്പർ, പിന്നെ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ, അതേപോലെ നമുക്ക് കളറിമീറ്റർ നോക്കാം അല്ലേ. അപ്പോൾ ഹാൻഡ് ലെൻസ് ഉപയോഗിച്ചിട്ട് അതിലെന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസോ അതായത് നമുക്ക് നേരിട്ട് കാണാത്ത ഇതിനെ എന്ത് ചെയ്യും, ഉപയോഗിക്കുമ്പം എന്ത് ചെയ്യാം, കുറച്ചും കൂടി വലുതായിട്ട് കാണാം. പിന്നെ ഫിൽറ്റർ പേപ്പർ എന്ന് വെച്ചാൽ അരിക്കാനുള്ള പേപ്പറാണ്. അതിൽ കൂടെ അരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ അതിൽ കിട്ടും. പിന്നെ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ ആസിഡ് ആണോ ബേസ് ആണോ pH വാല്യൂ അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചിട്ട് അസിഡിക് ആണോ ബേസിക് ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് കളറിമീറ്റർ ഉപയോഗിക്കാം. അതായത് അതിലെ കളറിലുള്ള വ്യത്യാസം എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, അതിന് കളറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കളറിമീറ്റർ ഉപയോഗിക്കാൻ പറ്റും. ഹൗ ക്യാൻ വി ഒബ്സർവ് ദ കളർ ആൻഡ് ഓർഡർ ഓഫ് വാട്ടർ? കളറും ഓർഡറും നമുക്ക് നേരിട്ട് നോക്കി മനസ്സിലാക്കാം അല്ലേ. ബൈ ഒബ്സർവിങ് ഇറ്റ്.
വാട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വാട്ടർ ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് യൂസിങ് ഫിൽറ്റർ പേപ്പർ ആൻഡ് ഹാൻഡ് ലെൻസ്. നമുക്ക് ഫിൽറ്റർ പേപ്പറും ഹാൻഡ് ലെൻസും ഒക്കെ ഉപയോഗിച്ചിട്ട് എന്ത് നോക്കാം? ഇൻസൊല്യൂബിൾ ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസിനെ മനസ്സിലാക്കാം. അലിയാതെ കിടക്കുന്ന എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാം. ദെൻ വെദർ കാൺട്ട് യു ഫൈൻഡ് ഔട്ട് വെദർ അസിഡിക് ഓർ ബേസിക് യൂസിങ് യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ. അത് നമ്മൾ പറഞ്ഞതാണ്. അസിഡിക് ആണോ ബേസിക് ആണോ എന്ന് ഏത് വെച്ച് അറിയാം? യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ വെച്ചിട്ട് അറിയാൻ സാധിക്കും. Check the samples of drinking water you have collected. Collect data and tabulate. Analyze the data and record the result in your science diary. Present them before the class. അപ്പോൾ നിങ്ങൾ കളക്ട് ചെയ്ത വെള്ളം വെച്ചിട്ട് ഇതുപോലെ ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് ചെയ്യാനുള്ള ആക്ടിവിറ്റിയാണ്. ദെൻ അടുത്തത് പറയുന്നത് പ്യൂരിഫിക്കേഷൻ ഓഫ് ഡ്രിങ്കിങ് വാട്ടർ. അപ്പോൾ ഈ ഡ്രിങ്കിങ് വാട്ടർ നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് അത് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചില മെത്തേഡുകളുണ്ട്. അതായത് എപ്പോഴും നമുക്കിപ്പം കിണറ്റിൽ നിന്ന് തന്നെയുള്ള വെള്ളമൊന്നും എടുക്കാൻ പറ്റിയെന്ന് വരില്ല. നമ്മൾ ചിലപ്പം ഈ പബ്ലിക് പൈപ്പുകളിൽ നിന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വാട്ടർ സംവിധാനങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരാറുണ്ട്, ജലവിതരണ സംവിധാനങ്ങളൊക്കെ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഏതൊക്കെ രീതിയിൽ വെള്ളം പ്യൂരിഫൈ ചെയ്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ് കേട്ടോ. വാട്ട് മെത്തേഡ് ഡു യു നോ ടു പ്യൂരിഫൈ ഡ്രിങ്കിങ് വാട്ടർ ഇഫ് ഇറ്റ് ഈസ് കണ്ടാമിനേറ്റഡ് വിത്ത് ഇമ്പ്യൂരിറ്റീസ്? ലിസ്റ്റ് ദം ഔട്ട്. അപ്പോൾ ഒരു മെത്തേഡ് അവിടെ കൊടുത്തിട്ടുണ്ട് ഡ്രിങ്കിങ് വാട്ടർ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി, സിഫ്റ്റിങ്. പിന്നെ അതുപോലെ നമുക്ക് പരിചിതമായിട്ടുള്ള വേറെ ഒരു കാര്യമാണ് എന്ത്? ക്ലോറിനേഷൻ അല്ലേ? ഇതൊക്കെ നമ്മൾ കേൾക്കാറുള്ളതാണ്. സം മെത്തേഡ്സ് ടു പ്യൂരിഫൈ ഡ്രിങ്കിങ് വാട്ടർ ആർ ഗിവൺ ബിലോ. അപ്പോൾ ഇതെല്ലാം താഴെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്, അനലൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റത്തെ എന്താണ്? ബോയിലിംഗ്. ബോയിലിംഗ് എന്ന് വെച്ചാൽ എന്താ? ബോയിലിംഗ് ഫോർ അറ്റ്ലീസ്റ്റ് 1 minute വിൽ കിൽ ദ മൈക്രോ ഓർഗാനിസം ഇൻ ദ വാട്ടർ. അപ്പോൾ 1 minute എങ്കിലും നന്നായിട്ട് തിളപ്പിക്കുക. ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ആ വെള്ളത്തിലുള്ള മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ചത്തുപൊക്കോളും. ബട്ട് അതിൻ്റെ ഡീമെറിറ്റ് അതിൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മെറിറ്റും ഡീമെറിറ്റും അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, അത് നോക്കണം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ സെൻറ്റൻസ് എന്താണ്? അതിൻ്റെ മെറിറ്റാണ്, ഗുണമാണ്. ഡീമെറിറ്റ് എന്താ? ബട്ട് ദ ഡിസോൾവ്ഡ് കമ്പോണൻസ് ഇൻ ദ വാട്ടർ വിൽ റിമൈൻ. പക്ഷേ അതിൽ മൈക്രോ ഓർഗാനിസംസ് അല്ലാതെ അതിൽ ഡിസോൾവ് ആയിട്ടുള്ള വേറെ കാര്യങ്ങളുണ്ടല്ലോ, വേറെ എന്തെങ്കിലും കെമിക്കൽസോ അങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്നും ചൂടാക്കിയെന്ന് വെച്ചിട്ട് എന്ത് ചെയ്യില്ല? പോവില്ല. അതൊക്കെ അതിൽ തന്നെ ഉണ്ടാവും. അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ വേർഡാണ് സിഫ്റ്റിംഗ് അല്ലേ? സിഫ്റ്റിംഗ് എന്ന് വെച്ചാൽ എന്താ സംഭവിക്കുന്നത് നോക്കൂ. അൺഡിസോൾവ്ഡ് ഇമ്പ്യൂരിറ്റീസ് ഇൻ വാട്ടർ ആർ സെപ്പറേറ്റഡ് ബൈ ഫിൽറ്റേഴ്സ്. അപ്പോൾ ഇതിലെന്ത് ചെയ്യുന്നു? അൺഡിസോൾവ്ഡ് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ്, അതിൽ മിക്സ് ആയിട്ടുള്ള അലിയാതെ കിടക്കുന്ന ഇമ്പ്യൂരിറ്റീസിനെയൊക്കെ പലതരത്തിലുള്ള ഫിൽറ്റേഴ്സ്, അരിപ്പകൾ ഉപയോഗിച്ചിട്ട് അരിച്ചു മാറ്റും. ബട്ട് അതിൻ്റെ ഡീമെറിറ്റ് എന്താണ്? ബട്ട് മൈക്രോബിയൽ ആൻഡ് ഡിസോൾവ്ഡ് കമ്പോണൻസ് ആർ നോട്ട് റിമൂവ്ഡ്. അവിടെ എന്ത് നടക്കുന്നില്ല? മൈക്രോബ്സ്, അതായത് മൈക്രോ ഓർഗാനിസംസ്, ബാക്ടീരിയോ അങ്ങനെയൊക്കെയുള്ള മൈക്രോ ഓർഗാനിസംസിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അത് ഫിൽറ്ററിൽ നിൽക്കില്ല. അതേപോലെ ഡിസോൾവ്ഡ് ആയിട്ടുള്ള വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള കമ്പോണൻസും എന്ത് ചെയ്യില്ല? പോവില്ല, അത് അതിൽ തന്നെ ഉണ്ടാവും. ദെൻ സെഡിമെൻറ്റേഷൻ. സെഡിമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അൺഡിസോൾവ്ഡ് ഇമ്പ്യൂരിറ്റീസ് ആർ അലൗഡ് ടു സെറ്റിൽ ഡൗൺ. ദ വാട്ടർ ദാറ്റ് അപ്പിയേഴ്സ് ഓൺ ടോപ്പ് ക്യാൻ ബി സെപ്പറേറ്റഡ് ആൻഡ് യൂസ്ഡ്. അതായത് സെഡിമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ വെള്ളത്തിൽ കുറച്ച് മണ്ണോ കല്ലൊക്കെ ഉള്ള മണ്ണ് ഇങ്ങനെ കലക്കിയിട്ട് ആ വെള്ളം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പം ആ മണ്ണൊക്കെ എന്ത് ചെയ്യും? കുറേ മണ്ണ്, അതായത് വെള്ളത്തിൽ കംപ്ലീറ്റ് ആയിട്ട് മിക്സ് ആവാത്ത മണ്ണൊക്കെ താഴെ വന്നിട്ട് ഇങ്ങനെ അടിയും. അപ്പോൾ നമ്മൾ ആ മുകളിലത്തെ വെള്ളം എടുത്തു കഴിഞ്ഞാലോ അത് കുറച്ച് തെളിഞ്ഞ വെള്ളമായിരിക്കും അല്ലേ? അതിനെയാണ് സെഡിമെൻറ്റേഷൻ എന്ന് പറയുക. അൺഡിസോൾവ് ആയി കിടക്കുന്ന അലിഞ്ഞു ചേരാത്ത സാധനങ്ങളൊക്കെ അടിയിൽ വന്ന് ഊറും. അതിനെ ഉപേക്ഷിച്ചിട്ട് മുകളിൽ നിന്ന് വെള്ളം എടുക്കുമ്പോൾ അത് തെളിഞ്ഞതായിരിക്കും. പക്ഷേ അതിൻ്റെ ഡീമെറിറ്റ് എന്താണ്? മൈക്രോബ്സ് ആൻഡ് ഡിസോൾവ്ഡ് കമ്പോണൻസ് കനോട്ട് ബി കംപ്ലീറ്റ്ലി റിമൂവ്ഡ് ബൈ ദിസ് മെത്തേഡ്. മൈക്രോബ്സും അങ്ങനെ കിട്ടില്ല, പിന്നെ ഡിസോൾവ് ആയി പോയിട്ടുള്ള അലിഞ്ഞു ചേർന്നിട്ടുള്ള സാധനങ്ങളെയും റിമൂവ് ചെയ്യാൻ പറ്റില്ല. ദെൻ ക്ലോറിനേഷൻ. ആഡിങ് സഫീഷ്യൻറ്റ് ക്വാണ്ടിറ്റി ഓഫ് ബ്ലീച്ചിങ് പൗഡർ വിൽ കിൽ ദ മൈക്രോ ഓർഗാനിസംസ് ഇൻ വാട്ടർ. അത് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. അതിൽ എന്ത് ആഡ് ചെയ്യും? ആവശ്യമുള്ള അളവിൽ ബ്ലീച്ചിങ് പൗഡർ ഇടും. അത് നമ്മളും മറ്റേ നമ്മുടെ കിണറ്റിലെ വെള്ളത്തിലും ഇടയ്ക്ക് ഒരു ഇയർലി വൺസൊക്കെ ഈ ഒരു പ്രോസസ്സ് ചെയ്യാറുണ്ട്. നമുക്ക് ഈ ബ്ലീച്ചിങ് പൗഡർ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഈ ആശാ വർക്കർമാർ അവരൊക്കെ കൊണ്ടുവന്ന് തരാറുണ്ട്. അപ്പോൾ അതെന്തിനു വേണ്ടിയിട്ടാണ്? മൈക്രോ ഓർഗാനിസംസിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. ബട്ട് അവിടെ എന്ത് സംഭവിക്കും? ബട്ട് ദ കമ്പോണൻസ് ഡിസോൾവ് ഇൻ വാട്ടർ കാനോട്ട് ബി റിമൂവ്ഡ്. അപ്പോഴും എന്ത് ചെയ്യാൻ പറ്റില്ല? അതിൽ ഡിസോൾവ് ആയിട്ടുള്ള കമ്പോണൻസിനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അടുത്തത് ഡിസ്റ്റിലേഷൻ. ഇറ്റ് ഈസ് ദ മെത്തേഡ് ഓഫ് ബോയിലിംഗ് വാട്ടർ ഇൻ ടു സ്റ്റീം ആൻഡ് കൂളിംഗ് ഇറ്റ് ഇൻ ടു കളക്ട് പ്യുവർ വാട്ടർ. There will be no dissolved components in the water collected in this way. അപ്പോൾ കൂട്ടത്തിലെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഡിസ്റ്റിലേഷൻ ആണ്. ഡിസ്റ്റിലേഷൻ എന്ന് വെച്ചാൽ വെള്ളം ഇങ്ങനെ തിളപ്പിക്കും. വെള്ളം തിളപ്പിക്കുമ്പോൾ, അതായത് പ്യൂരിഫൈ ചെയ്യാനുള്ള വെള്ളം തിളപ്പിക്കും.
അങ്ങനെ തിളപ്പിക്കുമ്പോൾ എന്ത് ചെയ്യും, അത് നീരാവിയായിട്ട് വേപ്പറായിട്ട് മുകളിലേക്ക് പോകും. ഈ മുകളിലേക്ക് പോയ വേപ്പറിനെ മുകളിൽ കളക്ട് ചെയ്തിട്ട് അതിനെ തണുപ്പിക്കും. അപ്പോൾ വേപ്പർ തണുക്കുമ്പോൾ അത് പിന്നെ എന്തായിട്ട് മാറും, വെള്ളമായിട്ട് മാറും. അപ്പോൾ അങ്ങനെ കിട്ടുന്ന വെള്ളം കംപ്ലീറ്റ് പ്യൂരിഫൈഡ് ആയിട്ടുള്ള വെള്ളമായിരിക്കും. അതിൽ ഈ പറഞ്ഞ മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാവില്ല, കാരണം ബോയിൽ ചെയ്യുമ്പോൾ അത് ചത്തുപോകും. പിന്നെ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവില്ല. അത് ഈ നീരാവി ആകുമ്പം എല്ലാം എന്ത് ചെയ്യും, അത് സെപ്പറേറ്റ് ആയിട്ടുണ്ടാവും. വെള്ളം മാത്രമാണ് നീരാവിയായിട്ട് മുകളിലേക്ക് പോവുക. അപ്പോൾ അങ്ങനെ കളക്ട് ചെയ്യുന്ന വെള്ളം നല്ല എന്തായിരിക്കും, പ്യുവറായിരിക്കും. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കത് അത്ര കോസ്റ്റ് എഫക്റ്റീവ് അല്ല, കുറച്ച് ചിലവുള്ള പരിപാടിയാണ്. അപ്പോൾ അത് നമുക്ക് സാധാരണയായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. എൻകർ അതർ വേസ്റ്റ് ടു പ്യൂരിഫൈ ഡ്രിങ്കിങ് വാട്ടർ, റെക്കോർഡ് ദം ഇൻ സയൻസ് ഡയറി. അപ്പോൾ ഇത് കുറച്ച് മെത്തേഡ്സ് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കൂടാതെ വേറെ മെത്തേഡ്സ് കണ്ടുപിടിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എഴുതാവുന്ന 1-2 മെത്തേഡുകൾ ഞാൻ പറയാം. UV പ്യൂരിഫിക്കേഷൻ ഉണ്ട്, റിവേഴ്സ് ഓസ്മോസിസ് ഉണ്ട്, അയഡിൻ യൂസ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇനി നിങ്ങളോട് സ്കൂളിലും വീട്ടിലും ഏത് മെത്തേഡാണ് ഉപയോഗിക്കണമെന്ന് കണ്ടുപിടിക്കാനും പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അപ്പോൾ ഇത്ര നേരം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏത് പൊല്യൂഷനായിരുന്നു, വാട്ടർ പൊല്യൂഷനായിരുന്നു. ഇനി നമ്മൾ സോയിൽ പൊല്യൂഷനെ കുറിച്ചാണ് അടുത്തത് നോക്കാൻ പോകുന്നത്. പൊല്യൂഷൻ ഇൻ സോയിൽ ടു. അതിന് ഒരു പിക്ചർ കൊടുത്തിട്ട് എന്താണെന്ന് നോക്കിയേ, ഡംപിങ് ഓഫ് ഗാർബേജ് ഗിവൺ ഇൻഫർമേഷൻ യു വിൽ ഗെറ്റ് 2500 rupees. അപ്പം എന്താണ്, അതേപോലെ അവിടെ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഡംപിങ് ഗാർബേജ് ഹിയർ ഈസ് പണിഷബിൾ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്നതാണ് അല്ലേ, ഇവിടെ വേസ്റ്റ് ഇടരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. ആൻഡ് അതിൽ പണിഷ്മെൻറ്റ് കിട്ടും പറയും. എന്നാലും എന്ത് ചെയ്യും, ആൾക്കാർ അവിടെ കൊണ്ടുപോയി തന്നെ വേസ്റ്റ് ഇടും. ആ ബോർഡിൻ്റെ അടുത്ത് തന്നെ വേസ്റ്റ് ഇടും അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് ഇൻഫർമേഷൻ കൊടുത്താൽ 2500 രൂപ കിട്ടുന്നതാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ന്യൂസിൽ കേട്ടോ. What are the things mentioned in this news? How do such habits of some people in our society affect the environment? Write your findings in the science diary and present them before the class. അതായത് ഇത് എന്തിലേക്ക് ലീഡ് ചെയ്യുന്നു, സോയിൽ പൊല്യൂഷനിലേക്ക്, പലതരത്തിലുള്ള പൊല്യൂഷനിലേക്ക് ഇതൊക്കെ ലീഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഹൗസ് ഹോൾഡ് വേസ്റ്റ്. ലിഫ്റ്റ് ഔട്ട് ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് വേസ്റ്റ് ഫോംഡ് ഇൻ എ ഹൗസ് ഹോൾഡ്. നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന മെയിനായിട്ടുള്ള വേസ്റ്റുകൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെ പറയാം നമുക്ക്, ഫ്രൂട്ട് പീല്, വെജിറ്റബിൾ വേസ്റ്റ്, പ്ലാസ്റ്റിക് കവർ. അപ്പോൾ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നതിൻ്റെ വേസ്റ്റുകൾ ഉണ്ടാവും, വെജിറ്റബിൾസിൻ്റെ വേസ്റ്റ് ഉണ്ട്, പ്ലാസ്റ്റിക് കവറുകൾ. പിന്നെ നമുക്ക് എന്തെഴുതാം, ബോട്ടിലുകൾ, ഗ്ലാസ് ബോട്ടിലുകൾ, അതൊക്കെ നമുക്ക് എഴുതാം അല്ലേ. You know that if a fruit peel is left in the soil for a long time, it may get dissolved into the soil as a result of the action of soil microbes. അപ്പോൾ നമ്മൾ ഒരു ഫ്രൂട്ടിൻ്റെ ഒരു പീസ് നമ്മളൊരു മണ്ണിലിട്ട് കഴിഞ്ഞാൽ അത് കുറേ കാലം അവിടെ കിടക്കുമോ, കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് അലിഞ്ഞ് മണ്ണിൽ തന്നെ ചേരും. എന്തുകൊണ്ടാണ്, മൈക്രോ ഓർഗാനിസത്തിൻ്റെ ആക്ഷൻ കൊണ്ട്. ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് ആർ സച്ച് വേസ്റ്റ് ദാറ്റ് ഡികമ്പോസ് ആൻഡ് ഗെറ്റ് ഡിസോൾവ്ഡ് ഇൻ ദ സോയിൽ ഡ്യൂ ടു ദ ആക്ഷൻ ഓഫ് മൈക്രോബ്സ്. അപ്പോൾ ഇത്തരത്തിലുള്ള വേസ്റ്റുകളെ, അതായത് മൈക്രോ ഓർഗാനിസത്തിൻ്റെ ആക്ഷൻ കാരണം അത് മണ്ണിൽ സോയിലിൽ ഡിസോൾവായി പോകുന്ന തരത്തിലുള്ള വേസ്റ്റുകളെയാണ് നമ്മൾ എന്ത് പറയുക, ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ ഒരു ഡെഫിനിഷനായിട്ട് അതിനെ എടുക്കാം. അതൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക സെൻറ്റൻസ് കേട്ടോ. ഇൻസ്റ്റെഡ് ഇഫ് ഇറ്റ് ഈസ് എ പീസ് ഓഫ് പ്ലാസ്റ്റിക്. ഇനി അതിന് പകരം ഫ്രൂട്ടിൻ്റെ പീസിന് പകരം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പീസ് ആണെങ്കിലോ, വിൽ ഇറ്റ് ഡീഗ്രേഡ് ഇൻ ടു ദ സോയിൽ ലൈക്ക് എ ഫ്രൂട്ട് പീൽ. അത് ഡീഗ്രേഡായി പോവോ, ഇല്ല. മൈക്രോ ഓർഗാനിസം ഇൻ സോയിൽ കനോട്ട് ബ്രേക്ക് ഡൗൺ പ്ലാസ്റ്റിക് വേസ്റ്റ്, ഗ്ലാസ് പീസ്, മെറ്റൽസ്, ഇലക്ട്രോണിക് വേസ്റ്റ്, തെർമോകോൾ ആൻഡ് ദ ലൈക്ക്. സച്ച് സബ്സ്റ്റൻസസ് ആർ നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റ്. അപ്പോൾ ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ, പ്ലാസ്റ്റിക്, ഗ്ലാസ്, മെറ്റൽ, ഇലക്ട്രോണിക്സ്, തെർമോകോൾ, ഇത്തരം സാധനങ്ങളൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, മൈക്രോ ഓർഗാനിസത്തിൽ അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വേസ്റ്റിനെ എന്ത് പറയുന്നു, നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് എന്ന് പറയുന്നു. അപ്പോൾ 2 ടൈപ്പ് വേസ്റ്റ് ഉണ്ട്, ബയോഡിഗ്രേഡബിൾ, നോൺ ബയോഡിഗ്രേഡബിൾ. ഇനി നമ്മൾ ഒരു ടൈപ്പും കൂടി പറയുന്നുണ്ട്, ഹസാഡസ് വേസ്റ്റും കൂടി പറയുന്നുണ്ട്. പക്ഷേ മെയിനായിട്ട് നമ്മൾ എന്താ പറയുക, ബയോഡിഗ്രേഡബിൾ, നോൺ ബയോഡിഗ്രേഡബിൾ എന്നാണ് തരംതിരിക്കുക കേട്ടോ. അപ്പം അങ്ങനെ തരംതിരിച്ച് എഴുതാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് എന്തൊക്കെ എഴുതാം, ബയോഡിഗ്രേഡബിളിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ബനാന പീൽ കൊടുത്തിട്ടുണ്ട്, വെജിറ്റബിൾ വേസ്റ്റ് എഴുതാം, പേപ്പർ കപ്സ് എഴുതാം, ഫുഡ് വേസ്റ്റ് എഴുതാം. ഇതൊക്കെ ഇതിൽ വരും, ബയോഡിഗ്രേഡബിളിൽ വരും. ഇനി നോൺ ബയോഡിഗ്രേഡബിൾ ആണെങ്കിലോ മെയിനായിട്ട് വരുന്ന ഒരാൾ പ്ലാസ്റ്റിക് കവറാണ്. പിന്നെ ഗ്ലാസ് ബോട്ടിൽ എഴുതാം, ബൾബുകളൊക്കെ എഴുതാം. അതേപോലെ ഇലക്ട്രോണിക്സിൻ്റെ എല്ലാ സാധനങ്ങളും, ഇലക്ട്രോണിക് വേസ്റ്റ് പൊതുവേ നമുക്ക് പറയാൻ പറ്റും. ഇനി ഔട്ട് ഓഫ് ദീസ് വിച്ച് ടൈപ്പ് ഓഫ് വേസ്റ്റ് കോസ് സോയിൽ പൊല്യൂഷൻ? ഒരു ഇതുമില്ല അല്ലേ, നോൺ ബയോഡിഗ്രേഡബിൾ ആണ് സോയിൽ പൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് സച്ച് as plastic products, pesticides and chemical substances pollute the soil. Metal like mercury and cadmium present in CF lamps,
കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഇലക്ട്രോണിക് പ്രൊഡക്ട്സ് ഓൾസോ കോസ് സോയിൽ പൊല്യൂഷൻ. അപ്പോൾ എന്ത് ചെയ്യുന്നു? പ്ലാസ്റ്റിക്, പെസ്റ്റിസൈഡ്, കെമിക്കൽ സബ്സ്റ്റൻസ് ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? സോയിലിനെ പൊല്യൂട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ CFL ലാമ്പ്, കമ്പ്യൂട്ടർ അങ്ങനെയുള്ള ഇലക്ട്രോണിക് പ്രൊഡക്റ്റുകളിൽ ഉപയോഗിക്കുന്ന ചില മെറ്റലുകളുണ്ട്. അതായത് മെർക്കുറി, കാഡ്മിയം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. ഇതൊക്കെ എന്ത് ചെയ്യും? മണ്ണിലെത്തുമ്പോൾ അത് മണ്ണിന് പൊല്യൂഷനായിട്ട് മാറുന്നു. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സെപ്പറേറ്റിംഗ് ഹൗസ് ഹോൾഡ് വേസ്റ്റ്സ് ആണ്. അതായത് നമ്മുടെ വീട്ടിൽ പലതരത്തിലുള്ള വേസ്റ്റുകൾ ഉണ്ടാകും. ഇതിനെ എല്ലാത്തിനെയും കൂടി നമ്മൾ ഒരുമിച്ച് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വേസ്റ്റ് ബിന്നിൽ ഇട്ട് കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളത് സെപ്പറേറ്റ് ചെയ്ത് വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ പുറത്തുള്ള ആൾക്കാർക്ക്, വേസ്റ്റ് എടുക്കാൻ വരുന്ന ആൾക്കാർക്ക് കൊടുക്കുകയാണെങ്കിലും ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നന്നാവും. അതായത് പ്ലാസ്റ്റിക്കും നമ്മുടെ ഫുഡ് വേസ്റ്റും വെജിറ്റബിളിൻ്റെ വേസ്റ്റും ബോട്ടിലുകളും ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ട് കൊടുക്കാൻ പാടുണ്ടോ? ഇല്ല. നമ്മളത് ക്ലീൻ ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഹൗസ് ഹോൾഡ് വേസ്റ്റിനെ സെപ്പറേറ്റ് ചെയ്യാം, അതായത് ഏതൊക്കെ തരത്തിൽ തരംതിരിക്കാൻ നോക്കിയാൽ ബയോഡിഗ്രേഡബിൾ വേസ്റ്റ്, നോൺ ബയോഡിഗ്രേഡബിൾ, ഹസാഡസ്. ബയോഡിഗ്രേഡബിൾ, നോൺ ബയോഡിഗ്രേഡബിളും അറിയാമല്ലോ. ഹസാഡസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങൾ, നമ്മുടെ ആരോഗ്യത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വസ്തുക്കൾ അടങ്ങിയിട്ടുള്ള വേസ്റ്റുകളെയാണ് ഹസാഡസ് വേസ്റ്റ്, അപകടകരമായ വേസ്റ്റുകൾ. അപ്പോൾ അങ്ങനെയായിട്ട് നമുക്ക് തരം തിരിച്ച് വെക്കാം. അപ്പോൾ അത് കൊണ്ടുപോകുന്ന ആൾക്കാർക്കും അത് ഡിക്കമ്പോസ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ കുറച്ച് വേസ്റ്റുകളിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അതിനെ ഇതുപോലെ 3 സെക്ഷൻ ആക്കിയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എല്ലാം വായിക്കുന്നില്ല, ഞാൻ അതിൻ്റെ ടേബിൾ കാണിച്ചു തരാം. ഇങ്ങനെ നമുക്ക് ഏകദേശം അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നോക്കൂ, നമുക്ക് ടേബിൾ ഇതുപോലെ ഉണ്ടാക്കാം. അപ്പോൾ ബയോഡിഗ്രേഡബിളിൽ നമുക്ക് ഏതൊക്കെ എഴുതാൻ പറ്റും? ഫുഡ് വേസ്റ്റ്, പേപ്പർ കപ്സ്, വെജിറ്റബിൾ വേസ്റ്റ്, കാർഡ്ബോർഡ് മെറ്റീരിയൽസ്, ഫിഷ് ആൻഡ് മീറ്റ് വേസ്റ്റ്. ഇതൊക്കെ ബയോഡിഗ്രേഡബിൾ ആണ്. ഇതെന്ത് ചെയ്യാൻ പറ്റും? നമുക്കിതിനെ സേഫായിട്ട് ഡിക്കമ്പോസ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നോൺ ബയോഡിഗ്രേഡബിളിൽ എന്തൊക്കെ വരും? അതായത് മൈക്രോ ഓർഗാനിസത്തിന് ഡീഗ്രേഡ് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങൾ, ഫുഡ് വെയർ, ബാഗ്സ്, ക്ലോത്ത്സ്, ഇതൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നോൺ ബയോഡിഗ്രേഡബിൾ എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ക്ലോത്ത്സ് ആണെങ്കിൽ ഓരോന്നും ഓരോ മെറ്റീരിയലാണ്. ഇപ്പോൾ നല്ല കോട്ടൻ്റെ, നാച്ചുറൽ സിൽക്കിൻ്റെ ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ബയോഡിഗ്രേഡബിൾ ആണ്. പക്ഷേ പോളിസ്റ്റർ അങ്ങനത്തെ നാച്ചുറൽ ക്ലോത്തുകളല്ലാത്ത, ഇപ്പോൾ നമ്മൾ കൂടുതലും അത്തരത്തിലുള്ള ക്ലോത്തുകളാണ് ഉപയോഗിക്കുന്നത്. അതൊന്നും അല്ല, ബയോഡിഗ്രേഡബിൾ അല്ല. ഇപ്പോൾ ക്ലോത്ത്, അതുപോലെ ബാഗ്, ഫുഡ് വെയർ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയലിനനുസരിച്ചിരിക്കും. പക്ഷേ നമുക്ക് കോമൺ ആയിട്ട് ഈ ഒരു വിഭാഗത്തിൽ എഴുതാം. ഓക്കെ. ദെൻ പ്ലാസ്റ്റിക് ബാഗ്സ്, പ്ലാസ്റ്റിക് കപ്സ്, പ്ലാസ്റ്റിക് ബോട്ടിൽ, ഗ്ലാസ് ബോട്ടിൽ, ടൂത്ത് പേസ്റ്റ് ട്യൂബ്, അതൊക്കെ നമുക്ക് നോൺ ബയോഡിഗ്രേഡബിളിൽ എഴുതാം. ഇനി ഹസാഡസ് വേസ്റ്റ് എന്ന് പറയുമ്പോൾ ബൾബ്സ്, CF ലാംപ്സ്, അതായത് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഓരോ തരത്തിലുള്ള കെമിക്കലുകൾ, മെർക്കുറി അതുപോലെയുള്ളതൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പെസ്റ്റിസൈഡ് കണ്ടെയ്നേഴ്സ്, മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി, പെയിൻറ്റ് കണ്ടെയ്നേഴ്സ്, പെയിൻറ്റും പെസ്റ്റിസൈഡും അതേപോലെ മൊബൈൽ ബാറ്ററിയിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തുക്കളും ഒക്കെ എന്താണ്? ഹസാഡസ് വേസ്റ്റിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. Then what should we do after sorting those garbage? Let's discuss. അപ്പോൾ ഇങ്ങനെ നമ്മളെല്ലാം സെപ്പറേറ്റ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഇതിൽ എന്ത് ചെയ്യാം? സയൻറ്റിഫിക് മെത്തേഡ്സ് ഓഫ് വേസ്റ്റ് മാനേജ്മെൻറ്റ്. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന സയൻറ്റിഫിക് മെത്തേഡുകളുണ്ട്. ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മെത്തേഡ് ഇസ് ടു ഡിസ്പോസ് ദ വേസ്റ്റ് അറ്റ് ദ സോഴ്സ് ഇറ്റ് സെൽഫ്. ദിസ് ഈസ് നോൺ ആസ് വേസ്റ്റ് മാനേജ്മെൻറ്റ് അറ്റ് സോഴ്സ്. അപ്പോൾ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള, ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ എവിടെയാണോ വേസ്റ്റ് ഉണ്ടാകുന്നത് ആ സ്ഥലത്ത് തന്നെ അതിനെ എന്ത് ചെയ്യുക? ഡിസ്പോസ് ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന വേസ്റ്റുകൾ മാക്സിമം എന്ത് ചെയ്യുക? നമ്മൾ തന്നെ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നേരായ മാർഗ്ഗത്തിൽ കറക്റ്റായ രീതിയിൽ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അതിനെയാണ് എന്ത് പറയുക? വേസ്റ്റ് മാനേജ്മെൻറ്റ് അറ്റ് സോഴ്സ്. ഉണ്ടാകുന്ന സ്ഥലത്ത് തന്നെ വേസ്റ്റും ഡിസ്പോസ് ചെയ്യണം. അതായത് ഇപ്പോൾ ഒരു ഫാക്ടറിയിൽ ഉണ്ടാകുന്ന വേസ്റ്റിൻ്റെ ഉത്തരവാദിത്തം ആര് ഏറ്റെടുക്കുക? അവർ തന്നെ ഏറ്റെടുക്കുന്നതാണ് ഏറ്റവും മാന്യമായ മെത്തേഡ് എന്ന് പറയുന്നത്. Its first step is to segregate the waste at the source itself. Some of the waste you have sorted out can be used to make organic manure. Which are they? അപ്പോൾ അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ സെഗ്രിഗേഷനാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്ത് വെച്ചതിൽ ചില വേസ്റ്റുകൾ നമുക്ക് മാനുവറായിട്ട്, വളമായിട്ട് മാറ്റാൻ പറ്റും. അതേതാണ്? തീർച്ചയായും അത് ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് ആണ് അല്ലേ? അതിന് നമുക്ക് മാനുവറായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓർഗാനിക് വേസ്റ്റ് ക്യാൻ ബി ബ്രോക്കൺ ഡൗൺ ഇൻ ടു സിംപ്ലർ കെമിക്കൽ കോമ്പൗണ്ട്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസം. ദേ ഡിക്കമ്പോസ് ടു ഫോം നൈട്രേറ്റ്, ഫോസ്ഫേറ്റ് ആൻഡ് സൾഫേറ്റ് വിച്ച് ആർ ഹെൽപ്ഫുൾ ഫോർ പ്ലാന്റ് ഗ്രോത്ത്.
ഹെൻസ് ദെൻ ക്യാൻ ബി യൂസ്ഡ് ആസ് ഫെർട്ടിലൈസേഴ്സ്. അപ്പോൾ ഈ ഓർഗാനിക് വേസ്റ്റുകൾ, ഈ പറഞ്ഞ പച്ചക്കറിയുടെ വേസ്റ്റ്, ഫ്രൂട്ടിൻ്റെ വേസ്റ്റ്, അങ്ങനെയുള്ള ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും, മൈക്രോ ഓർഗാനിസത്തിന് ഇതിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇതിനെയൊക്കെ ചെറുതാക്കിയിട്ട് നൈട്രേറ്റും ഫോസ്ഫേറ്റും സൾഫേറ്റും ഒക്കെ ആയിട്ട് മാറ്റും. ഇതൊക്കെ എന്ന് പറയുന്നത് ചെടിയുടെ വളർച്ചയ്ക്ക് വളരെ ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ നമുക്കത് എന്തായിട്ട് ഉപയോഗിക്കാം, ഒരു വളമായിട്ട് ഉപയോഗിക്കാം. ബയോവേസ്റ്റ് ക്യാൻ ബിക്കം ഓർഗാനിക് മാനുവർ ഓൺലി ഇഫ് ഇറ്റ് ഈസ് ട്രീറ്റഡ് ഇൻ പ്രോപ്പർ വേ. പക്ഷേ ഇതിന് നമ്മൾ വെറുതെ ഒരു സ്ഥലത്ത് കൂട്ടിയിട്ടാൽ, അല്ലെങ്കിൽ നമ്മൾ അതിലൊരു ശ്രദ്ധ എടുക്കാതിരുന്നു കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറില്ല, മാനുവറായിട്ട്, നല്ല സൂക്ഷിച്ച് വെക്കാൻ പാകത്തിലുള്ള മാനുവറായിട്ട് മാറില്ല. അപ്പോൾ നമ്മൾ അതിന് ചില മെത്തേഡുകൾ എടുക്കണം. ദർ ആർ 3 മെയിൻ മെത്തേഡ്സ് ഓഫ് ബയോവേസ്റ്റ് മാനേജ്മെൻറ്റ്. അതിന് മെയിനായിട്ട് 3 തരത്തിൽ നമുക്ക് ചെയ്യാം. അതായത് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ, വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നത് വെർമി കമ്പോസ്റ്റിംഗ്, എയർ കോണ്ടാക്ട് കമ്പോസ്റ്റിംഗ്, പ്രൊഡക്ഷൻ ഓഫ് ബയോഗ്യാസ്. ഈ 3 മെത്തേഡ് നമ്മുടെ വീട്ടിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. അതിൽ ആദ്യത്തെ വെർമി കമ്പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ, വെർമി കമ്പോസ്റ്റ് ഈസ് എ ഫെർട്ടിലൈസർ പ്രൊഡ്യൂസ്ഡ് യൂസിങ് എർത്ത് വേംസ്. എർത്ത് വേമിനെ ഉപയോഗിച്ചിട്ട്, അതായത് നമ്മുടെ വേസ്റ്റ് എല്ലാം കൂടി കൂട്ടിയിട്ടിട്ട് അതിൽ എർത്ത് വേമിനെ ഇടും. എർത്ത് വേമിനെ ഇടുമ്പോൾ എന്ത് ചെയ്യും, എർത്ത് വേം അതിൽ കിടന്നിട്ട്, എർത്ത് വേമിൻ്റെ പ്രത്യേകത അറിയാലോ, അത് ഇത്തരത്തിലുള്ള ഇതിനെയൊക്കെ തിന്നും. അതായത് ഓർഗാനിക് മെറ്റീരിയലിനെയൊക്കെ തിന്നിട്ട് അതെന്ത് ചെയ്യും, അതിൻ്റെ വേസ്റ്റായിട്ട് വരുന്നത് ശരിക്കും വളമാണ്. മണ്ണിരേനെ ഉപയോഗിച്ച് കമ്പോസ്റ്റിംഗ് ചെയ്യുന്നതിനെയാണ് വെർമി കമ്പോസ്റ്റ് എന്ന് പറയാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ഉപയോഗിക്കാം, പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ്, ലാർജ് പോട്ട്സ്, സിമെൻറ്റ് ടാങ്ക് ആർ യൂസ്ഡ് ഫോർ വെർമി കമ്പോസ്റ്റിംഗ്. എർത്ത് വേം ടേക്സ് ഇൻ ഓർഗാനിക് മാറ്റർ ആൻഡ് ദെയർ എക്സ്ക്രീറ്റ ടേൺസ് ഇൻ ടു മാനുവർ. മാനുവർ പ്രൊഡ്യൂസ്ഡ് ബൈ വെർമി കമ്പോസ്റ്റ് ഇസ് സുപ്പീരിയർ ടു അതർ മാനുവർ. അപ്പോൾ എന്ത് ചെയ്യാം, ഏതെങ്കിലും പ്ലാസ്റ്റിക് കണ്ടെയ്നറിലോ വലിയ ചട്ടിയിലോ അല്ലെങ്കിൽ സിമെൻറ്റിൻ്റെ ടാങ്കൊക്കെ ഉണ്ടാക്കിയിട്ട് വേസ്റ്റും, അതായത് നമുക്കുള്ള ഈ വേസ്റ്റും മണ്ണും അങ്ങനെയൊക്കെ ലെയറായിട്ട് ഇട്ടിട്ട് അതിലെന്ത് ചെയ്യും, മണ്ണിരേനെ ഇടും. എന്നിട്ട് ആ മണ്ണിര അതിൽ വളർന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കുറേ എണ്ണാവും. അതിനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയൊക്കെ വേണം. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതെന്തായിട്ട് മാറും, നമ്മളിട്ട വേസ്റ്റ് എല്ലാം കൂടി മാറിയിട്ട് അതിനെന്ത് ചെയ്യും, അതിനൊക്കെ ഈ മണ്ണിര ഭക്ഷണമാക്കിയിട്ട് എടുക്കും. എന്നിട്ട് അതിൻ്റെ എക്സ്ക്രീറ്റ് ഉണ്ടല്ലോ, അത് എന്തായിട്ട് വരും, വേസ്റ്റ് അല്ല, അത് മാനുവറായിട്ട് വരും. അത് നമുക്ക് നല്ല വളമാണ്, ബാക്കിയുള്ള വളത്തിനേക്കാളും നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അടുത്തത് എയർ കോണ്ടാക്ട് കമ്പോസ്റ്റിംഗ് ആണ്. ഒരു പിക്ചർ കൊടുത്തിരിക്കുന്നുണ്ടോ, 3 ഭാഗമുള്ള ഒരു ബയോ കമ്പോസ്റ്റർ ബിന്നാണ് അല്ലേ. ഇതിൽ പറയുന്നത് ബയോ കമ്പോസ്റ്റർ ബിൻ കൺസിസ്റ്റ് ഓഫ് സ്പെഷ്യലി ഡിസൈൻഡ് കണ്ടെയ്നേഴ്സ് ഫോർ വേസ്റ്റ് മാനേജ്മെൻറ്റ്. ദേ ആർ അറേഞ്ച്ഡ് ഇൻ ടയേഴ്സ് ആസ് ഷോൺ ഇൻ ഫിഗർ. അതിൻ്റെ പ്രോസസ്സ്, ദ പ്രോസസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ഇറ്റ് ഈസ് എയർ കോണ്ടാക്ട് കമ്പോസ്റ്റിംഗ്. എയർ കോണ്ടാക്ട്, അതായത് എയറിൻ്റെ പ്രസൻസിൽ, വായുവിൻ്റെ സാന്നിധ്യത്തിൽ ഈ കമ്പോസ്റ്റിംഗ് നടക്കുന്നതിനെയാണ് എന്ത് പറയുക, എയർ കോണ്ടാക്ട് കമ്പോസ്റ്റിംഗ് എന്ന് പറയുക. അതായത് ഇതിൻ്റെ ഏറ്റവും മുകളിലത്തെ അടപ്പിൽ നിറച്ച് ഓട്ടകളുണ്ടാവും. അപ്പോൾ അത് കൂടെ എയർ ഉള്ളിലേക്ക് വരും. അപ്പോൾ നമ്മൾ മുകളിലാണ് വേസ്റ്റ് ഇട്ട് കൊടുക്കുക, മുകളിൽ ആദ്യം വേസ്റ്റ് ഇടുന്നു. അപ്പോൾ എന്നിട്ട് എയർ കയറാനുള്ള സൗകര്യം അതിലുണ്ട്. അതെന്ത് ചെയ്യും, അത് അവിടെ ഇരുന്നിട്ട് ഈ മൈക്രോ ഓർഗാനിസം, ബാക്ടീരിയ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടി ആ വേസ്റ്റിനെ എന്ത് ചെയ്യും, വിഘടിപ്പിച്ച് ചെറിയ ഇതാക്കിയിട്ട് അപ്പോഴത്തേനും അതെന്ത് ചെയ്യും, ഇതിൻ്റെ വലിയ സാധനങ്ങളൊക്കെ ചെറുതായി വരുമ്പോൾ അത് താഴത്തേക്ക് ഇങ്ങനെ ഇരിക്കും. താഴത്ത് ഇരുന്നിട്ട് അത് അടിഞ്ഞുകൂടി ഏറ്റവും താഴത്തെ ഇതില്ലേ, താഴത്തെ പോട്ടില്ലേ, താഴത്തെ കൊട്ട പോലത്തെ സാധനത്തിൽ എത്തും. അപ്പോഴും നമ്മൾക്കിങ്ങനെ മുകളിൽ കൂടെ ഇട്ടുകൊണ്ടിരിക്കാം. അപ്പോൾ മുകളിലുള്ളത് അവിടെ കിടന്നിങ്ങനെ വളമായി മാറുന്നു, താഴേക്ക് ഇരിക്കുന്നു. അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് താഴത്തെ പാത്രത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വളം കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ മുകളിലൂടെ ഇടുന്നു, താഴത്തു കൂടെ എടുക്കുന്നു, അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അതാണ് എയർ കോണ്ടാക്ട് കമ്പോസ്റ്റിങ്ങിൽ നടക്കുന്നത്. ഇനി അടുത്തത് ബയോഗ്യാസ് പ്രൊഡക്ഷനാണ്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പല സ്കൂളുകളിലും പലരുടെയും വീടുകളിലൊക്കെ ഉണ്ടാവും. ബയോഗ്യാസ് പ്ലാന്റ് ഇസ് എ സിസ്റ്റം ദാറ്റ് കൺവേർട്സ് വേസ്റ്റ് ഇൻ ടു ദ ഫ്യൂവൽ in the absence of oxygen. In this method, along with waste management, cooking gas is also obtained as a product. അപ്പോൾ എന്ത് ചെയ്യും, ഇതിലെന്താ സംഭവിക്കുന്നത്, ഇതിൽ നമ്മൾ വേസ്റ്റ് ഇടുന്നു, അതുപോലെ ഓർഗാനിക് വേസ്റ്റുകൾ, അതുപോലെ മാനുവർ, മറ്റേ പശുവിൻ്റെ ചാണകമൊക്കെ ഇല്ലേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ ഇടും. അപ്പോൾ അങ്ങനെ ഇട്ട് കഴിയുമ്പോൾ ഇത് പക്ഷേ എയറിൻ്റെ പ്രസൻസിലല്ല നടക്കുന്നത്. അതായത് നമ്മൾ ഇടുന്നത് ഇതിൻ്റെ ഉള്ളിലെ മണ്ണിൻ്റെ അടിയിലാണ് അതിൻ്റെ ആ മിക്സിങ് നടക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു ഗ്യാസ് പ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലം ഉണ്ടാവുക. അതിലേക്കാണ് നമ്മൾ ഇത് ഇടുന്നത്, വേസ്റ്റൊക്കെ ഇടുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എയർ ഇല്ലാതെ, എയറിൻ്റെ ആബ്സെൻസിൽ ഈ വേസ്റ്റിൻ്റെ ഡിക്കമ്പോസിഷൻ നടക്കുമ്പം അവിടെ എന്തുണ്ടാവും, ഗ്യാസ് ഉണ്ടാവും.
ആ ഗ്യാസിനെ കളക്ട് ചെയ്തിട്ട് ഇതുപോലെ ടാങ്കിൽ പോലെ സൂക്ഷിച്ച് വെച്ചിട്ട് അതിനെ നമുക്ക് കുക്കിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പം എന്നിട്ട് ആ വേസ്റ്റ് നമ്മൾ ഇട്ട് കൊടുത്ത സാധനങ്ങളുണ്ടല്ലോ, അപ്പോൾ ഈ ഗ്യാസ് ഉണ്ടായി കഴിഞ്ഞിട്ട് ബാക്കി അതിൽ നിന്ന് വരുന്ന ഒരു സ്ലറി ഉണ്ട്, അതിൻ്റെ വേസ്റ്റ് ഉണ്ട്. ആ വേസ്റ്റ് എന്തായിട്ട് ഉപയോഗിക്കാം? ചെടിക്ക് വളമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പം നമുക്ക് പല കാര്യങ്ങളും നടക്കുന്നുണ്ട് ഇതിൽ. ഒന്ന് നമ്മുടെ വേസ്റ്റ് കൃത്യമായിട്ട് ഡിക്കമ്പോസിഷൻ ആവുന്നു, പിന്നെ നമുക്ക് ബയോഗ്യാസ് കിട്ടുന്നു, കുക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം. അതേപോലെ തന്നെ അതിൽ നിന്ന് വരുന്ന വേസ്റ്റ് നമുക്ക് ചെടിക്ക് വളമായിട്ടും ഉപയോഗിക്കാം. പേപ്പർ ആൻഡ് പേപ്പർ പ്രൊഡക്ട്സ് ക്യാൻ ബി റീസൈക്കിൾഡ്, ബട്ട് ക്യാൻ ഓൾ നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് ബി ഡിസ്പോസ്ഡ് ഇൻ ദ സെയിം വേ. അതായത് പേപ്പർ പോലെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റീസൈക്കിൾ ചെയ്ത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ എല്ലാ നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റുകളും നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതായത് നമുക്കറിയാലേ, നമ്മുടെ വീടുകളുടെ അതിൽ കൂടെയൊക്കെ വരുന്നുണ്ടാവും, പഴയ സാധനങ്ങൾ കൊടുക്കാനുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അവർ നമ്മുടെ വീട്ടിൽ വന്നാൽ എല്ലാ സാധനങ്ങളും എടുക്കുമോ? ഇല്ല. ചില തരത്തിലുള്ള ചില സാധനങ്ങൾ പേപ്പർ കൊണ്ടുപോകും, അല്ലെങ്കിൽ ചില സാധനങ്ങൾ പ്ലാസ്റ്റിക് ആണെങ്കിൽ തന്നെ ചില പ്ലാസ്റ്റിക് എടുക്കും, ചിലത് അവർ പറയും ഞങ്ങൾക്ക് വേണ്ടാന്ന് പറയും. അപ്പോൾ എന്തുകൊണ്ടാണത്? അതിനെ റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതിനെന്തില്ല, റീറ്റെയിൽ വാല്യൂ ഇല്ല, വീണ്ടും വിറ്റ പൈസ കിട്ടില്ല. അതുകൊണ്ടാണ് അവർക്കും അത് വേണ്ടാത്തത്. വാട്ട് വുഡ് ബി ദ റീസൺ ഫോർ ബാനിങ് ദ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെരി തിൻ പ്ലാസ്റ്റിക് കവേഴ്സ്? അപ്പോൾ പ്ലാസ്റ്റിക് കവർ തന്നെ പലതരത്തിലുണ്ട്. അതിൻ്റെ ഇത്ര മൈക്രോണിന് കൂടുതൽ, അപ്പോൾ 40 മൈക്രോണിലൊക്കെ കുറവുള്ള, അതായത് വളരെ തിന്നായിട്ട് പ്ലാസ്റ്റിക് കവറൊക്കെ ചില കടകളിൽ നിന്ന് നമുക്ക് കിട്ടാറുണ്ട്. പക്ഷേ അതെന്ത് ചെയ്യരുത്, ഉപയോഗിക്കരുതെന്ന് നിയമമുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ്? കാരണം അത് റീസൈക്കിൾ ചെയ്ത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അതെന്ത് ചെയ്യും? അതൊരു പ്യുവർ വേസ്റ്റായിട്ട് മാറും. അതുകൊണ്ടാണ് അത് ബാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വാട്ട് മെഷേഴ്സ് ക്യാൻ ബി ടേക്കൺ ടു റെഡ്യൂസ് നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റ്? അപ്പോൾ നമുക്ക് 3 തരത്തിൽ ചെയ്യാം. അതായത് നോൺ ബയോഡിഗ്രേഡബിളിനെ കുറയ്ക്കാൻ നമുക്ക് എന്ത് ചെയ്യാമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് 3 തരത്തിൽ ചെയ്യാം. അതിനെയാണ് 3 R's എന്ന് പറയാം. 3 Rകൾ ഏതൊക്കെയാണ്? റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. റെഡ്യൂസ് എന്ന് വെച്ചാൽ കുറയ്ക്കുക, അതായത് ഉപയോഗം കുറയ്ക്കുക, അതിന് പകരം വേറെ എന്തെങ്കിലും കുഴപ്പമില്ലാത്ത മെറ്റീരിയൽ കണ്ടെത്തി ഉപയോഗിക്കുക. ഇനി റീയൂസ് ആണെങ്കിലോ, ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ട് നിർത്താതെ വീണ്ടും മാറ്റി മറിച്ചൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. റീസൈക്കിൾ എന്ന് പറഞ്ഞാൽ അതിന് വേണ്ട രൂപമാറ്റങ്ങൾ വരുത്തിയിട്ട് വേറെ എന്തെങ്കിലും വസ്തുക്കളൊക്കെ ആക്കി മാറ്റിയിട്ട് വീണ്ടും അതെന്ത് ചെയ്യുക? റീസൈക്കിൾ ചെയ്ത് വേറെ പ്രൊഡക്ട്സ് ആക്കി മാറ്റി ഉപയോഗിക്കുക. അപ്പം ഈ 3 മെത്തേഡിൽ നമുക്ക് ഇതൊരു വേൾഡ് വൈഡ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് കേട്ടോ. അപ്പോൾ അതിൽ ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയൽ താഴെ ടേബിളാക്കി കൊടുത്തിരിക്കുന്നുണ്ട്. നോക്കി നോക്കൂ. റെഡ്യൂസ്, മിനിമൈസ്ഡ് യൂസ്, റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന എന്തിൻ്റെയൊക്കെ ഉപയോഗം നമുക്ക് റെഡ്യൂസ് ചെയ്യാം? പ്ലാസ്റ്റിക് കപ്പുകൾ റെഡ്യൂസ് ചെയ്ത് പകരം നമുക്ക് പേപ്പർ കപ്പാക്കി കൂടെ? അപ്പോൾ അത് ചെയ്യാവുന്നതാണ്. അതേപോലെ പ്ലാസ്റ്റിക് തെർമോകോൾ പ്ലേറ്റുകളൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മുടെ ഫങ്ഷൻസൊക്കെ നടക്കുമ്പോൾ നമുക്ക് പ്ലാസ്റ്റിക് പ്ലേറ്റുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതിനൊക്കെ പകരം പലതരത്തിലുള്ള ഇതുണ്ട്. ഇപ്പം ഇല ഉപയോഗിക്കാം, അല്ലെങ്കിൽ തന്നെ ഈ കവുങ്ങിൻ്റെ പാളയൊക്കെ വെച്ചിട്ട് പലതരത്തിലുള്ള പേപ്പറൊക്കെ പ്ലേറ്റുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അത്തരത്തിലേക്കൊക്കെ മാറി നമുക്ക് ചിന്തിക്കാം, റെഡ്യൂസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദെൻ മിനറൽ വാട്ടർ ബോട്ടിൽ ഒഴിവാക്കിയിട്ട് നമുക്ക് ഗ്ലാസിൻ്റെ അങ്ങനെയൊക്കെ വാട്ടർ ബോട്ടിലുകളൊക്കെ, അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ വാട്ടർ ബോട്ടിലുകൾ, അതൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ വേറെ ഏത് നമുക്ക് എഴുതാം? പ്ലാസ്റ്റിക് സ്ട്രോ ഇല്ലേ, നമ്മൾ ജ്യൂസൊക്കെ കുടിക്കുന്ന സ്ട്രോ, അതൊരു പ്ലാസ്റ്റിക്കിൻ്റെ സ്ട്രോ നമ്മൾ ഉപയോഗിക്കുന്നത് ഭയങ്കര പൊല്യൂഷനാണ്. നമ്മളൊരു ചെറിയ സാധനമല്ലേ എന്ന് വിചാരിക്കും, പക്ഷേ ഇങ്ങനെ ലക്ഷക്കണക്കിന് സ്ട്രോ വന്ന് കുമിഞ്ഞു കൂടുമ്പോൾ അതെന്താവും? ഭയങ്കര പൊല്യൂഷന് കാരണമാകുന്നുണ്ട്. അപ്പോൾ അതിന് പകരം നമുക്ക് പേപ്പർ സ്ട്രോസ് ഉപയോഗിക്കാം. അതൊക്കെ ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഉണ്ട്. പക്ഷേ അതെന്ത് ചെയ്യുക? നമ്മളെല്ലാവരും അതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം. അതുപോലെ തന്നെ റീയൂസ് ചെയ്യാൻ പറ്റുന്നത് ഓൺലി ദോസ് വിത്ത് സ്റ്റാൻഡേർഡ് ഗ്രേഡ്സ്, അതായത് വളരെ മോശമായത് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റില്ല, അല്ല കുഴപ്പമില്ലാത്തത്, അതായത് പ്ലാസ്റ്റിക് ബാഗ്, പ്ലാസ്റ്റിക് ജാറ്, പ്ലാസ്റ്റിക് യൂട്ടൻസിലൊക്കെ എന്ത് ചെയ്യാം? വീണ്ടും ഇപ്പോൾ നമ്മുടെ അടുക്കളയിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രം ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് പ്രശ്നം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്കതൊരു ചെടി നടാനുള്ള പോട്ടായിട്ടോ അങ്ങനെയൊക്കെ റീയൂസ് ചെയ്തുകൂടെ? അതിനെയാണ് പറയുന്നത് കേട്ടോ. പ്ലാസ്റ്റിക് ബാഗുകൾ നമ്മുടെ വീട്ടിലുള്ള ബാഗ് തന്നെ ഉപയോഗിച്ച് നമ്മൾ കടയിൽ പോയി കഴിഞ്ഞാൽ പുതിയൊരു ബാഗ് അവിടെ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അതേപോലെ ക്ലോത്ത്സ് എഴുതാം. നമുക്ക് ക്ലോത്ത്സ് ഇല്ലേ, നല്ല ക്ലോത്ത്സ് കുറച്ച് ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് പാകാവാതെ വന്നു കഴിഞ്ഞാൽ വേറെ ആർക്കെങ്കിലും കൊടുക്കുക, ഡൊണേറ്റ് ചെയ്യാം അല്ലേ. അത്യാവശ്യം നല്ല ക്ലോത്ത് ആണെങ്കിൽ അത് ആവശ്യമുള്ളവർക്ക് നമുക്ക് ഡൊണേറ്റ് ചെയ്യാം, അല്ലാതെ അത് വേസ്റ്റായിട്ട് മാറ്റേണ്ട ആവശ്യമില്ല. അതുപോലെ റീസൈക്ലബിളിൽ നമുക്ക് എന്തൊക്കെ എഴുതാം? മെറ്റൽ പ്രോഡക്റ്റ്സ് ഉണ്ട്, പ്ലാസ്റ്റിക് പ്രോഡക്റ്റ്സ് ഉണ്ട്. അതായത് നമ്മുടെ വീട്ടിലെ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് പോകാറില്ലേ, നമുക്ക് എന്തെങ്കിലും ചെറിയ പൈസ വന്നിട്ട്, അത്തരത്തിലുള്ള മെറ്റീരിയലൊക്കെ നമുക്കിതിൽ എഴുതാൻ പറ്റും. ഇപ്പോൾ മെറ്റൽ പ്രോഡക്ട്സ്, പ്ലാസ്റ്റിക് പ്രോഡക്ട്സ്, അതുപോലെ ഇലക്ട്രോണിക്സുകൾ,
ടയറുകൾ, ഇതൊക്കെ നമുക്ക് റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് വായിച്ചു വയ്ക്കുക. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് അറിയണം. ഇനി അടുത്തൊരു എന്താണ് ഹരിതകർമ്മസേന. നമുക്ക് പരിചിതമായിട്ടുള്ള ആൾക്കാരാണ് അല്ലേ ഹരിതകർമ്മസേന. ഇങ്ങനെ പച്ചക്കോട്ടൊക്കെ ഇട്ട ചേച്ചിമാർ നമ്മുടെ വീട്ടിൽ വന്നിട്ട് പ്ലാസ്റ്റിക് ബാഗൊക്കെ മാസം മാസം കളക്ട് ചെയ്ത് പോകുന്നുണ്ട് അല്ലേ. In our state, Haridakarmasena is playing a major role in transporting non-biodegradable waste into the ട്രീറ്റ്മെൻറ്റ് സെൻറ്റേഴ്സ്. അപ്പോൾ ഹരിതകർമ്മസേന വന്നതിന് ശേഷം ഒരുപാട് സൗകര്യം ഉണ്ടായിട്ടുണ്ട്. അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പ്ലാസ്റ്റിക് ബാഗൊക്കെ നമുക്ക് കത്തിച്ച് കളയല്ലാതെ നമുക്ക് വേറെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. നമ്മൾക്കത് ഇപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സെൻറ്ററുകൾ ദൂരെ എവിടെയെങ്കിലും ആയിരിക്കും, നമുക്ക് എപ്പോഴും അവിടെ കൊണ്ട് എത്തിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവർ വന്നതിന് ശേഷം നമ്മളത് വൃത്തിയായി സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് അത് കളക്ട് ചെയ്തോളും. നമ്മൾ ചെറിയൊരു എമൗണ്ട് പൈസ കൊടുത്താൽ മതി. പക്ഷേ അതും കുഴപ്പമില്ലല്ലോ, കാരണം ഇത്രയും വേസ്റ്റ് നമ്മുടെ വീട്ടിൽ നമ്മുടെ പറമ്പിലൊക്കെ അടിഞ്ഞു കൂടുന്നതിനേക്കാളും നല്ലത് എന്താണ്, ചെറിയ പൈസ കൊടുത്താലും അവർക്ക് കൊടുക്കുന്നതാണ്. Inquire more about the activities of Haridakarmasena and write them in the science diary. Local self-government are implementing various activities to avoid environmental pollution. Collect information about such activities, prepare a report and present it before the class. അപ്പോൾ ഹരിതകർമ്മസേനയുടെ ആക്ടിവിറ്റീസ് നമുക്ക് പരിചിതമായിട്ടുള്ളതാണ്. അവർ പലതരത്തിലുള്ള വേസ്റ്റ് കളക്ട് ചെയ്യുന്നുണ്ട്. പ്ലാസ്റ്റിക് വേസ്റ്റും അതുപോലെ പേപ്പർ, തുണി, അതൊക്കെ കളക്ട് ചെയ്യുന്നുണ്ട്. അവരത് എന്ത് ചെയ്യും, അവരതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് അവരുടെ കളക്ഷൻ സെൻറ്ററിൽ വെക്കും. അവിടുന്ന് അവരത് കയറ്റി അയക്കും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളിലേക്ക്. അവർക്ക് അതിൽ നിന്നുള്ളൊരു ചെറിയ ബെനിഫിറ്റും കിട്ടും അല്ലേ. കുറേ പേർക്ക് ജോലിയുമായിട്ട് അത് മാറുന്നുണ്ട്. ലാസ്റ്റായിട്ട് നമ്മുടെ ചാപ്റ്ററിൽ പറയുന്നത് ഒരു ഇൻവെസ്റ്റിഗേറ്ററി പ്രോജക്റ്റാണ് കേട്ടോ. നിങ്ങളുടെ ലൊക്കാലിറ്റിയിലുള്ള പൊല്യൂഷൻ പ്രോബ്ലംസിനെ കുറിച്ച് പഠിച്ചൊരു റിപ്പോർട്ട് തയ്യാറാക്കാനും അതുപോലെ സ്കൂളിലുള്ള വേസ്റ്റുകൾ എങ്ങനെയൊക്കെ ഇതാക്കാമെന്ന് നിങ്ങളുടെ സ്കൂളിനനുസരിച്ച് നിങ്ങളുടെ ആക്ഷൻ എന്തൊക്കെ എടുക്കുക എന്നുള്ളതിനനുസരിച്ച് അത് നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും അറിയിക്കാം. ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വരാം. ഈ പാഠത്തിൽ തന്നെ നമുക്കിനി LSS ക്വസ്റ്റ്യൻസും കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് അടുത്തൊരു പാർട്ടായിട്ട് അത് മാത്രമായിട്ടിടാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.